Hello friends, ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ലെറ്റർ D എങ്ങനെ പ്രൊനൗൺസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം ലെറ്റർ D എന്നതിന് D എന്നുള്ള സൗണ്ടാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കാറ്. സാധാരണ നമ്മൾ ഇനീഷ്യലായി വരുമ്പോൾ ഡോഗ് D സൗണ്ട് തന്നെയാണ്. അതുപോലെ മീഡിയൽ സെൻട്രൽ വരുമ്പോൾ D എന്നുള്ള സൗണ്ട് തന്നെയാണ്. അതുപോലെ എൻഡിലും നമ്മൾ ഫൈനലിൽ വരുമ്പോൾ എൻഡ് D തന്നെയാണ് ഉച്ചരിക്കുന്നത്. ഡിക്ക് നമുക്ക് വ്യത്യസ്തമായ മറ്റൊരു സൗണ്ട് ഉള്ളത് നമുക്ക് നോക്കാം. ചിലപ്പോൾ അത് ട് എന്ന സൗണ്ട് പ്രൊനൗൺസ് ചെയ്യും. അത് നമുക്ക് ശേഷം വളരെ വിശദമായി വരുന്നുണ്ട് ഒരു ഭാഗം. അതായത് ചില വേർബിനോടുകൂടെ ED ചേർക്കുമ്പോൾ അവിടെ ED പ്രൊനൗൺസ് ചെയ്യുന്നത് ട് എന്നാണ്. അപ്പോൾ നമ്മൾ സാധാരണ ആസ്ക്ഡ് എന്ന് പറയുന്നത് തെറ്റാണ്. ആസ്റ്റ് ട് എന്നുള്ള സൗണ്ടാണ് കറക്റ്റ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്കതിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട്. ID ചേർക്കുമ്പോൾ ED വരുമ്പോഴുള്ള വ്യത്യാസത്തിൻ്റെ ഒരു വീഡിയോ ശേഷം വരുന്നുണ്ട്. അപ്പോൾ നമുക്കവിടെ മനസ്സിലാക്കാം. ഇനി നെക്സ്റ്റ് ഒരു ഡിഫറൻസ് വരുന്നത് ചിലപ്പോൾ പ്രൊനൗൺസ് ആസ് J എന്നുള്ള സൗണ്ട് ഉണ്ടാവും. ലൈക്ക് നമുക്കറിയാം അഡ്ജസ്റ്റ്, അവിടെ ഒരു J എന്നുള്ള സൗണ്ടാണ്. അവിടെ D സൈലൻ്റ് പോലെയാണ്. അതുപോലെ സോൾജിയർ അവിടെ ഒരിക്കലും സോൾഡിയർ അല്ല, സോൾജിയറാണ്. പട്ടാളക്കാർ എന്നാണ് അർത്ഥം നമുക്കറിയാം. ചിലപ്പോൾ D സൈലൻ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ലൈക്ക് സാൻഡ്വിച്ച്, അവിടെ D ഉച്ചരിക്കുന്നില്ല, സാൻഡ്വിച്ച്. അതുപോലെ ഗ്രാൻഡ് ഗ്രാൻഡ് എന്ന് D ഉച്ചരിക്കില്ല, ഗ്രാൻഡ് ഫാദർ. അതുപോലെ തന്നെ ബ്രത്ത്, നമ്മൾ ശ്വസിക്കുന്നതിനാണ് ബ്രത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലെറ്റർ E എങ്ങനെ പ്രൊനൗൺസ് ചെയ്യാം എന്നുള്ളത് പഠിക്കാം. E സൗണ്ട്, അതായത് ഒരു ദീർഘത്തോടുകൂടെ E എന്നുള്ള സൗണ്ട് വരുന്നു. അത് ഏതൊക്കെ വാക്കുകളാണ്? ലൈക്ക് റിസീവ്, സീറ്റ്, പീപ്പിൾ, റീഡ്, സീറ്റ്, ചീഫ്. ഇവിടെയൊക്കെ E എന്നുള്ള ദീർഘത്തോടുകൂടെ E ആണ് വരുന്നത്. ഇവിടെ നമ്മൾ സീഡ് എന്നാൽ ഒരു വാക്ക് മാത്രമേ നിങ്ങൾക്ക് പരിചയക്കുറവുണ്ടാവുകയുള്ളൂ. സീഡ് എന്ന് പറഞ്ഞാൽ ഗീവ് അപ്പ്, ഉപേക്ഷിക്കുക എന്നുള്ള ഒരു അർത്ഥമാണ്. പ്രത്യേകിച്ച് ഭരണം അതുപോലെ അധികാരങ്ങളൊക്കെ ഒഴിവാക്കുന്നതിനാണ് സീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ I പ്രൊനൗൺസ് ചെയ്യും. ലൈക്ക് ബിക്കോസ്, അവിടെ I എന്നുള്ള സൗണ്ടാണ്. അതുപോലെ എക്സെപ്റ്റ്, ബ്രീച്ചസ് എന്ന് പറഞ്ഞാൽ ഒരു ഡ്രസ്സാണ്. നമ്മൾ ഷോർട്സൊക്കെ ഉപയോഗിക്കുന്ന പോലെ ഒരു ഡ്രസ്സിനാണ് ബ്രീച്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ I എന്നുള്ള സൗണ്ടാണ് ഈ പ്രൊനൗൺസ് ചെയ്യുന്നത്. നെക്സ്റ്റ് E സൗണ്ട്, ലൈക്ക് ഹെവി, ഗെറ്റ്, ലിയോപാർഡ്, ലിഷ എന്ന് പറഞ്ഞാൽ ഒഴിവ് സമയം, ലിയോപാർഡ് എന്ന് പറഞ്ഞാൽ പുള്ളിപ്പുലിക്കാണ് ലിയോപാർഡ് എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ E പ്രൊനൗൺസ് ചെയ്യുന്നത് E സൗണ്ടാണ്. ഓക്കെ, സാധാരണ നോർമൽ E സൗണ്ട് മാത്രമാണ്. ഓക്കെ, ഇനി ചിലപ്പോൾ O ആയിട്ട് ഉച്ചരിക്കും. ലൈക്ക് ഫ്ലിയോ, ബ്ലിയോ, ക്യോ എന്നുള്ളിടത്തൊക്കെ O സൗണ്ടാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അല്പം ദീർഘത്തോടുകൂടെ നമ്മളങ്ങനെ പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് സൗണ്ട്, ലൈക്ക് യൂസർ, ലേൺ, ക്ലർക്ക്. അവിടെ സൗണ്ടാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. നമുക്കറിയാം, ചെറിയ ഡിഫറൻസ് മാത്രം. നെക്സ്റ്റ് A സൗണ്ട്, ലൈക്ക് ഗ്രേറ്റ്, വലിയ, ഒബേ എന്ന് പറഞ്ഞാൽ അനുസരിക്കുക. അതുപോലെ 8 എന്നാൽ നമ്പർ 8 എന്നുള്ള അർത്ഥം. അപ്പോൾ ഇവിടെയൊക്കെ A സൗണ്ടാണ് ഈക്ക് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് I സൗണ്ട് തന്നെയാണ്. ഹെയ്റ്റ്, ഡൈ. ഇവിടെ ഈ IE എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നർത്ഥം. YE എന്ന് പറയുമ്പോൾ അവിടെ കളർ എന്നർത്ഥം വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് സൗണ്ട്, ഹിയർ, ഡിയർ, ചിയർ. ഇവിടെ ഒരു എന്നുള്ള ഒരു സൗണ്ട് വരുന്നതാണ്. നെക്സ്റ്റ് സൗണ്ട്, ദർ, ഹെയർ എന്നുള്ള സ്ഥലങ്ങൾ നമുക്കറിയുന്ന സിമ്പിൾ വാക്കുകളാണ്. ഇത്രയും ഡിഫറൻസാണ് നമുക്ക് ഈയിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കുക. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ കാരണം
നമ്മൾ മനസ്സിലാക്കിയതിനപ്പുറം ചെറിയ സൗണ്ട് വ്യത്യാസങ്ങൾ നമ്മൾ പഠിച്ച ലെറ്ററുകൾക്കുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ മാത്രമാണ്. അല്ലാതെ നിങ്ങളെ കൂടുതൽ ഫോണറ്റിക്സിൽ എക്സ്പേർട്ട് ആക്കുക എന്നുള്ള ഉദ്ദേശമല്ല, നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഇംഗ്ലീഷ് തുടക്കക്കാർക്ക് വളരെ ഉപയോഗപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്. ഓക്കെ, സീ യു ബൈ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.